ഇതൊന്നും ഞാൻ ചെയ്തല്ലേ. ഇതാദ്യം ഈ പിക്കാക്സോ ഈ കുന്തല്ലോ എനിക്ക് അറിയില്ല. ഒന്ന് പൊട്ടിക്കാൻ കഴിയോ? സാധനം അനക്കറിയില്ല. ഇതെന്താണ് അനക്കത് അറിയില്ല. ഈ സാധനത്തിന് എന്താ അറിയില്ല. ഈ ചാടാനില്ല. കൊല്ലാനില്ല. ജീവുണ്ട് പണ്ടോ ടീൻ്റെ വെക്കാൻ കഴിയോ? ഇല്ല. സോമ്പ് വെക്കാനില്ലേ? സൂംബീസ് നല്ല ഉണ്ട്. നല്ല പൊളിയിട്ട് ഉണ്ട്. ഒന്ന് തന്നെ ഇയാളും തോന്നിയേക്കാം. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അഡ്വഞ്ചർ എന്ന് പറയുന്നത് ഏകദേശം മറ്റേ തന്നെയാണ്. മറ്റേ പരിപാടി ഇതിൽ ഇതാണ്ടോ ഇതിൽ കുടുങ്ങി ഭയങ്കര വല്ലാത്തൊരു ചതി. എനിക്കറിയില്ല ഇങ്ങനൊക്കെ ഉണ്ട്. നീന്തി ആഴത്തിലേക്ക് പോകും. സ്റ്റാൻഡ് കൊടുക്കാൻ വേണ്ടി നേരം നോക്കി ചാടാൻ ഒരു കുഞ്ഞു ഹോളാണ്. ഗുണാച്ചിട്ടാകും എന്നല്ല പൊട്ടിക്കാനില്ലേ? പിക്കാസോനെ കൊണ്ട് പൊട്ടിക്കാവൂ. എന്താ എന്തോ നീ കൂടി പോയ തോന്നി. എനിക്ക് പേടിയാവുണ്ട്. എനിക്ക് ഇതേപോലത്തെ ചാലഞ്ചൊക്കെ ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതേപോലത്തെ ചാലഞ്ച് കളിക്കുകയാണെങ്കിൽ കുടുങ്ങി ഞങ്ങൾ പോകാൻ കഴിയില്ല. കൊണ്ടുപോകും. ഇതാണ് ഈ സ്ഥലത്ത്. ഇത് പൊട്ടിക്കാനില്ല. ഞാൻ അന്നെ കാണിച്ചത് അന്നെ കാണൂലേ? ഹീറോ ബ്രെയിൻ. ഞാൻ കുടുങ്ങി കുടുങ്ങി. കട്ട കുടുങ്ങലാണ് കുടുങ്ങി. സ്റ്റാറിൽ പോകാനില്ല. എന്താണ് സ്റ്റാറിൽ പോകാനില്ല? ഓടിപ്പോകാനില്ല. എന്താണ് ഇങ്ങനെ ചെയ്യുക? പരമാവധി പറ്റുമാതിരി ചെയ്യണ്ടേ? ചാടുന്നില്ല. കത്തം. അഡ്വഞ്ചർ മൂടൊന്നും എടുത്ത് വെറുതെ ഇതാക്കണ്ടേ? അനക്കിതിനെ പറ്റി അറിയാത്തതിനെ കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ മൂഞ്ചിനുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ കളിക്കാൻ പോയി ഫിഷിംഗ് ഗെയിം. ഓക്കെ, നമ്മളിനി പിക്കാസോൺ വെച്ച് പൊളിക്കാൻ ചെയ്യുന്നു. പിക്കാസോണും കൊണ്ട് പൊളിക്കാൻ കഴിയും. സമാധാനമായി. ഇനി പോകാൻ ചെയ്യുന്നു. അനക്കതിൽ മാപ്പ് പോലില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ ഇവിടെ വരെ വന്നു. ഇത് TNT വെച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും. ലേശം ഗുഹകളുണ്ട്. ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കും. അപ്പോൾ എന്തായാലും പാർട്ടി ചൂടും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗെയിമിംഗ് ഒക്കെ. പണ്ടൊന്നും ഞാൻ അങ്ങനെയില്ല. കുറേ വില്ലേജസ് അടിയിലൊരു വില്ലേജസ് എന്താണ് വലിയൊരു നമുക്ക് TNT ഒക്കെ എന്തായാലും ചാമ്പുകള് നമ്മൾ ഇവിടെ ഒരു പൊട്ടിക്കൽ പൊട്ടിച്ച് എങ്ങനെ ഉണ്ടാവും മഴയായിരുന്നു. അപ്പം നമ്മൾ നല്ല ആഴത്തിൽ TNT ഒക്കെ പൊട്ടിക്കുന്നതാണ്. എന്താണ് TNT ഒക്കെ പൊട്ടിക്കുന്നത് മാത്രം കഴിയുന്ന വെച്ചാൽ നമുക്കൊന്നൊരു ഹൗസ് ഉണ്ടാക്കാം. അല്ലേ, എന്നൊരു ഹൗസ് ഉണ്ടാക്കാം. എന്തായാലും ഞാൻ മുമ്പായി പ്രോ ആയി അത് വെക്കാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയ്ക്ക് എത്തിയിട്ട് പിന്നെ പ്രോ ആണ്. പിന്നെ ആദ്യം നമുക്ക് ലേറ്റ് ഇട്ടിട്ട് പണിയുന്നത്. പിന്നെ എനിക്ക് നല്ല ഫ്ലാറ്റ് തരം വേണം വീടുണ്ടാക്കണമെങ്കിൽ. ഓക്കെ, നമ്മളിങ്ങനെ ലേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. കുറേ ലേറ്റ് ഉണ്ട്. അപ്പോൾ സീനില്ല, രാവിലെ ആയി എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടുണ്ടാക്കാം. നേരെ ആകെ ഈ ഒരു പ്ലാൻ വെച്ച് ഉണ്ടാക്കാൻ പോകുന്ന വീടാണ്. പ്രത്യേക ഒരു വീടാണിത്. പിന്നെ എനിക്ക് അറിയാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെങ്ങനെ പിന്നെ എന്താ പറയുക, ഇതിലെങ്ങനെ ഹൗസ് ഉണ്ടാക്കാൻ ശരിക്കും എനിക്ക് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇനി ഹൗസ് ഉണ്ടാക്കാം. ഞാൻ വീഡിയോയിൽ കണ്ട് അഡിക്റ്റായി മാത്രമാണ്. വേറൊന്നുമില്ല. കാര്യമായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഗെയിംസിൽ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എനിക്ക് ഇങ്ങനെ ചാനലിടാൻ തോന്നിയപ്പോൾ മുതലാണ് ഇഷ്ടമായത്. പക്ഷെ ഇതുപോലത്തെ ഗെയിംസ് ഞാൻ വിചാരിച്ചിട്ടില്ല. ഈ ലോകത്ത് ഇതുപോലത്തെ ഗെയിമുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ഗെയിമൊക്കെ കളിക്കുന്നത്. ഞാൻ മൈൻഡ് ക്രാഫ്റ്റ് വിചാരിച്ചപ്പോൾ എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ ആദ്യം കളിച്ചത് 7 വയസ്സ് നമ്മളാണ്. ഇപ്പം എൻ്റെ വയസ്സ് 10 വയസ്സ്. എന്താ വെച്ചാൽ ഞാൻ അത്ര ചെറുപ്പത്തിൽ കളിച്ചിട്ട് പക്ഷെ എനിക്ക് മനസ്സിലായില്ല ഒന്നും. എന്നിട്ട് ഞാൻ
നൂബും പ്രോ എല്ലാം കളിക്കും ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് തീരെ കളിക്കാറില്ല ഗൈസ്. ഞാൻ കളിക്കുകയാണെങ്കിൽ തന്നെ മൊത്തം ഷീക്കാക്കി കളിക്കുള്ളൂ ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് കളിക്കാറില്ല. പിന്നെ ഗൈസ് ഒരു വീടുണ്ടാക്കണമെങ്കിൽ ഗൈസ് പണി നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. എന്താ മോനെ പണി ഗൈസ്. വീട് ഉണ്ടാക്കണമെങ്കിൽ ഗൈസ് ഇനി അങ്ങനെ ഞാനൊരു വീടുണ്ടാക്കിയിട്ട് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വീഡിയോ കാണാൻ ഗൈസ്. ഈ ഒരു വീട് ഇട്ട് പിന്നെ പെട്ടെന്ന് ലൈക്ക് കൊടുത്തെങ്കിൽ തോന്നി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ ഉണ്ടാകാൻ ഞങ്ങൾക്ക് മനസ്സിലായി ഇത്ര നല്ലതിനൊക്കെ ചെയ്യാൻ ഗൈസ്. അപ്പോൾ പിന്നെ നമുക്ക് നല്ല പറയാം ഒരു വില്ലേജറാണ് നോക്കേണ്ടത് ഗൈസ്. വില്ലേജൊക്കെ റെൻറ്റിന് കൊടുക്കാമെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വേറെ വീഡിയോസ് ഉണ്ട് ഗൈസ്. അത് മൈൻക്രാഫ്റ്റ് അല്ല ഗൈസ്, മിനി ക്രാഫ്റ്റ് ആണ്, വേറെ ഗെയിമാണ് ഗൈസ്. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നതും കളിക്കുന്നതൊക്കെ. ഈ ലോകത്ത് ഇതുപോലത്തെ ഗെയിമൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ ഈ ഗെയിമും പറയണെങ്കിൽ സ്ഥിരം എം ബി ഗൈസ്. ആകെ 116 MB ഗൈസ് ഈ ഗെയിം ഗൈസ്. ആദ്യൻ്റെ എം ബി ഒന്നും നമുക്ക് അറിയേണ്ടതാണ് ഗൈസ്. ആദ്യൻ്റെ എം ബി എന്ന് പറയണം ഗൈസ് 500 MB ഗൈസ്. ലൗട്ട് ഗെയിമെന്ന് അടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഗൈസ്. യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി, വേൾഡ് ക്രാഫ്റ്റ് സർവൈവർ. അതിനടിച്ചാൽ നിങ്ങൾക്ക് കിട്ടിക്കോളൂ. എന്തിൻ്റെ ഗൈസ് ഇതുപോലത്തെ ഒരു ഗെയിം നമ്മൾ ആദ്യമായിട്ട് ഗൈസ് കളിക്കും അല്ല കാണുന്നു. കാരണം ഇത് റിയൽ മൈൻക്രാഫ്റ്റ് ആണ് വിചാരിച്ചു പോകണം. അത്രയും ഇതുള്ള ഗെയിമാണ് ഗൈസ്. ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ അറിയുമോ ഗൈസ്? ഏകദേശം ഗ്രാഫിക്സ് എന്ന് പറയുന്നത് ഭയങ്കര കട്ട ഗ്രാഫിക്സ് ആണ്. കട്ട പറഞ്ഞാൽ നല്ല കട്ട. കാരണം എന്താ വെച്ചാൽ പിന്നെ പട്ട കൺസേണിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എനിക്ക് കാര്യമായിട്ട് പിന്നെ ഓനോട് ഇഷ്ടമായിട്ടൊന്നുമില്ല ഞാൻ പറയുന്നത്. കാരണം ഓനെന്നെ ഇന്ത്യൻ ബൈക്കിൽ ഇതാക്കാൻ പഠിപ്പിച്ച ഓനല്ലേ ഓൻ ഇങ്ങനെ ഇടണം കണ്ടിട്ടാണ് ഞാനങ്ങനെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഈ വീഡിയോ പട്ട കൺസേൺ കാണേണ്ട എന്തായാലും ഗൈസ് നല്ലതിനാണ്. പിന്നെ നിങ്ങൾക്ക് പട്ട കൺസേൺ അറിയില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഇതിൻ്റെ ചാനൽ കയറി നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ടോട്ടൽ ഇതുകൊണ്ടിരിക്കുന്നു. പിന്നെ കമൻറ്റിൽ നോക്കിയാൽ മതി ഗൈസ്. ഹാഗിയ ഒരു കമൻറ്റ് ഉള്ളൂ. പിന്നെ ആരെങ്കിലും എനിക്കൊരു ലൈക്കോ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് ചെയ്തവരാണെങ്കിൽ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് ഗൈസ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഇത്ര മുകളിലുള്ള എന്തിനും വീടാന്ന് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ജോംബിയാണ് ഗൈസ്. നല്ലതാണ് ഗൈസ്. സർവൈവർ അല്ല എന്നാലും ഞാനൊരു ഇതിന് പറഞ്ഞാണ് ഗൈസ്. ഒരു ഗുമ്മിന് ഈ കട്ടാണെങ്കിൽ തീരില്ല ഗൈസ്. അതിനെക്കൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ക്രിയേറ്റീവ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് ഗൈസ്. പക്ഷെ ചില ഗെയിമിൽ വേഗം തീർന്നു പോകും ഗൈസ്. അതെനിക്ക് തീരെ ഇഷ്ടമല്ല. എൻ്റെ പിക്കാക്സോൺ ഉള്ളത് കൊണ്ടാണ് ഗൈസ് ഞാൻ ഇവിടെ മെഡിറ്റീസ്. പിന്നെ നമുക്ക് ഇന്ത്യൻ ബൈക്കിൻ്റെ കൂടെ കളിക്കാൻ വിചാരിച്ചു. നമ്മൾ മിനി ഗെയിമാണ് ഗൈസ് ആദ്യം കളിക്കുക. അതായത് 2 ഗെയിം ഉണ്ടാക്കിയിട്ടാണ് കളിച്ചത്. പക്ഷേ ഞാൻ മൈൻഡ് മാറ്റി. ഞാൻ വിചാരിച്ചില്ലേ ഇങ്ങനത്തെ ഗെയിമൊക്കെ എന്താ തന്നെ ഉണ്ടോന്ന് ഗൈസ്. ഈയൊക്കെ ഗെയിമിൻ്റെ MB എത്രയും ഗൈസ്. അതിനെക്കൊണ്ട് ഗൈസിൻ്റെ ഞാൻ ആദ്യം കളിക്കുമ്പോൾ അതേപോലത്തെ ഒരു സാധനം ചെയ്യുന്നു ഗൈസ്. പിന്നെ ഞാൻ നേരം പോകുമ്പോൾ ഗൈസ് പറയുകയാണെങ്കിൽ ഗൈസ് ഈ ഒരു വീഡിയോക്ക് 10K ലൈക്ക് ഐസ് കൂടി ഒരു 20 സബ്സ്ക്രൈബേഴ്സോ അത് 20 ലൈക്സോ കിട്ടണം ഗൈസ്. നിങ്ങളടുത്ത് കമൻറ്റിൽ പറയുന്ന ഗെയിമോ അല്ലെങ്കിൽ ഇന്ത്യ ബൈക്കിനെ മോഡിഫൈ ചെയ്ത പുതിയ വണ്ടീൻ്റെ ഗെയിമോ അത് ഞാൻ ഉറപ്പായിരുന്നു ഗൈസ്. ഫസ്റ്റിലേക്ക് അടിച്ചെടുക്കുക ഒരു ബമ്പർ പ്രൈസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അത് അടിച്ചിട്ട് മുമ്പിയവരുണ്ടെങ്കിൽ ഗൈസ് ഞാൻ വെറുതെ അറിയില്ല ഗൈസ്. ഈ കാര്യം ഞാൻ ചെയ്തത് ഗൈസ്. എനിക്കിങ്ങനെ ഗൈസ് ഓരെക്കൊണ്ട് ഭയങ്കര സൂപ്പർ താങ്ക്സ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഗൈസ് ആദ്യമായിട്ട് എൻ്റെ ചാനലാണെങ്കിൽ ഞാൻ ഞാൻ ഗൈസ് പറഞ്ഞു. പിന്നെ ഇത്ര നേരം എന്തിനാ ഈ വീഡിയോ ഒക്കെ എന്ന് വെച്ചാൽ ഗൈസ് ഈ ഒരു വീഡിയോ സാധാരണ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഗൈസ് വലിയ സർവൈവർ ഹൗസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുമെന്ന് പറയും ഗൈസ്. പിന്നെ ഗെയിം വലിയ സീൻ ഗൈസ് നല്ല ഗെയിമാണ്. ശരിക്കും ഗൈസിൻ്റെ മൈൻക്രാഫ്റ്റിൻ്റെ ഫീലൊന്നും വന്നു ഗൈസ്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടാണ് ഇഷ്ടംപോലെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഗെയിം കളിക്കുന്നത് ഗൈസ്. പിന്നെ ഈ വീഡിയോ കുറേ മിനിറ്റ് ഉണ്ട് ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോക്ക് ഭയങ്കര മിനിറ്റ് വന്നു ഗൈസ്. ഞാൻ സ്പീഡൊന്നും ആക്കില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്പീഡ് ഇഷ്ടമല്ല ഗൈസ്. പിന്നെ ഞാൻ ഇപ്പോൾ നൂപനാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഗൈസ് അയാൾക്ക് ഇമോട്ടുണ്ട് തോന്നുന്നു ഗൈസ്. ഇമോട്ടുള്ളവർ കളിച്ചിട്ടുണ്ട് ഗൈസ്. ഇതിൽ ഇമോട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ കാണിച്ചത് ഗൈസ്. പക്ഷേ കാണിച്ചെനിക്ക് നേരില്ല ഗൈസ്. അയാൾക്ക് അയാട്ടാണ് ഗൈസ്. ഗൈസ് എത്ര നേരമാണ് ഈ സ്പൂൺ ഗൈസ്.
ഇത്ര നേരം കൊണ്ട് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞെന്ന് വിചാരിച്ചാൽ നമുക്ക് സ്പീഡപ്പ് ചെയ്തോ ഗൈസ്. ലാഷ് സ്പീഡ് കൂടി വരുന്നുണ്ട്. ഗൈസ് എൻ്റെ ടാർഗറ്റ് എത്താന്ന് വെച്ചാൽ വെറും 1K ആണ് ഗൈസ് സബ്സ്ക്രൈബേഴ്സ് വേണ്ടി. 1K സബ്സ്ക്രൈബേഴ്സ് ഉറപ്പാണ് ഗൈസ്. ഞാൻ പിന്നെ നോക്കി ഗൈസ്. പിന്നെ ഫുൾ പ്രോ ആയിരിക്കും ഗൈസ്. ഞാൻ എങ്ങനെയെങ്കിലും ട്രൈ ചെയ്ത് പ്രോ ആയി ഗൈസ്. എന്തായാലും നമുക്ക് ഇന്ത്യൻ ബൈക്കിനെ കളിക്കുക ഗൈസ്. പക്ഷേ 2 ഗെയിം എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ കൊറോണ നടക്കും. അപ്പം തന്നെ വാങ്ങുക ഗൈസ്. സ്പീഡിലൂടെ അല്ല ഞാൻ എന്തൊക്കെ പറയണം ഗൈസ്. ടെൻഷൻ കൊണ്ട് എന്തൊക്കെയോ വാങ്ങും ഗൈസ്. എന്താ വാങ്ങുമെന്ന് എനിക്കറിയില്ല ഗൈസ്. അറിയണം നീ വിളിച്ചു സോറി. ഞാൻ സ്പീഡ് എൻ്റെ മോനെ സീന് ഗൈസ്. ഞാൻ ആദ്യം കളിച്ചപ്പോൾ ഇതേപോലെ ഒന്നും ഇല്ല ഗൈസ്. എൻ്റെ മോനെ ഞങ്ങൾക്ക് സ്കൂളിൽ ചെയ്യണം. തെറ്റി പോണു ഗൈസ്. പിന്നെ എനിക്ക് ഗൈസ് ഫ്രണ്ട്സിൻ്റെ ചാനലുണ്ട് ഗൈസ്. അങ്ങനെ കുറേ ചാനലുണ്ട് ഗൈസ്. 3 ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഗൈസ്. നല്ല വയ്ക്കും. കാരണം ഗൈസ് അതിൽ ആ 3 ഗെയിമുണ്ട് ഫേവറേറ്റ് ഗൈസ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് കേൾക്കണ്ട ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഗെയിമിൻ്റെ എൻ്റെ ഭയങ്കര ഇതാണെങ്കിൽ ഗൈസ് ഈ ഗെയിം കളിച്ചവർക്ക് ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു പൊളിയാൻ വരെ പറയുന്നത് ഗൈസ്. കാരണം മൈൻക്രാഫ്റ്റിൽ വില്ലേജ് ഉണ്ട് ഗൈസ്. പക്ഷേ ഇതിൽ വില്ലേജ് ഉണ്ട് ഗൈസ്. നല്ലൊരു പൊളിയാണ് ഗൈസ്. ഇത് വില്ലേജിൻ്റെ വാങ്ങിയും ഗൈസ്. പക്ഷെ ഞാൻ വീഡിയോ എത്തില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എവിടെ പോയി ഗൈസ്. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് കളിക്കുന്നു ഗൈസ്. അപ്പോൾ മറന്നു വരാണ്. അപ്പം നമ്മൾ 4 സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിചാരിച്ചു ഗൈസ്. കാരണം ഏകദേശം പാർട്ട് 2 ആണെങ്കിൽ 20 ലൈക്ക് അടിക്കും.